ഇപ്പോൾ വ്യായാമത്തിൽ കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണ് ആളുകളൊക്കെ. ഇപ്പോൾ MEX7 പോലെയുള്ള വ്യായാമങ്ങളൊക്കെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് മുൻനിർത്തി തന്നെ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നോമ്പിന് വ്യായാമം ഗുണകരമാണോ അതല്ല ശരീരത്തിന് ദോഷകരമാണോ എന്ന്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ, ഇപ്പം ജിമ്മിലൊക്കെ പോയിട്ടുള്ള അമിതമായിട്ടുള്ള ഭാരമെടുക്കുന്ന വ്യായാമങ്ങൾ, ഇതൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായ രീതിയിലുള്ള വ്യായാമങ്ങൾ, തുടർച്ചയായിട്ട് ഒരാൾ ചെയ്യുന്ന വ്യായാമങ്ങൾ അയാൾക്ക് അത്ര തന്നെ പ്രയാസമായിട്ട് തോന്നില്ല. അത് ഏത് സമയത്താണ് ഏറ്റവും നന്നായിട്ട്? അതായത് വ്യായാമങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നല്ലതല്ല. ഏറ്റവും നല്ലത് പ്രഭാത സമയത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ്റെ ഉറക്കം കഴിഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ് രാവിലെ. ഇത് സമയം വൈകുന്നതിനനുസരിച്ച് അവരുടെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കും. അതാണ് പല ആളുകളും പറയല്ലോ, വൈകുന്നേരം ആകുമ്പോഴാണ് വേദന വരുന്നത്, വൈകുന്നേരം ആകുമ്പോഴത്തേന് അവരുടെ കണ്ണുകൾക്കൊക്കെ ഒരു ക്ഷീണം വരും, തളർച്ച വരും എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനേക്കാൾ നല്ലത് രാവിലെയാണ്. പക്ഷേ നോമ്പിനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്താഴം കഴിക്കുന്നത് പ്രഭാത സമയത്താണ്. അപ്പോൾ ആ അത്താഴം കഴിഞ്ഞ ഉടനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വ്യായാമം ചെയ്യാൻ പാടില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വ്യായാമത്തിന് നല്ലത്. അതുതന്നെ കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കണം. ബ്രീത്തിങ് എക്സസൈസുകൾ നല്ലതാണ്, സ്ട്രെച്ചിങ് നല്ലതാണ്, ചെറിയ രീതിയിലുള്ള എയറോബിക് എക്സസൈസുകൾ ചെയ്യാം. നേരെ മറിച്ച് കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ നോമ്പിന് ഒഴിവാക്കലാണ് നല്ലത്.